ഇന്ന് നമ്മൾ ക്യാരറ്റ് അവിയലാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. അവിയൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീൽ പോലെ തന്നെയാണ് അത്. ഇതിൽ തൈരും ഒക്കെ ചേർന്നിട്ടുള്ള കാരണം അത് മാത്രം ഒരു ബൗൾ കഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ക്യാരറ്റാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. പിന്നെ 2-3 പീസ് വെള്ളരിക്കയുടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ അവിയലിന് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. അവിയൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. എനിക്കൊന്നും ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഇഷ്ടപ്പെട്ടത് അവിയൽ കഴിക്കാൻ. പക്ഷെ നല്ലതാ, നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ അവിയൽ. അപ്പം ഇങ്ങനെ ഇത്ര വലിപ്പമുള്ള പീസ് അതാക്കിയിട്ടാണ് എടുത്തത്. പിന്നെ കായ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചുവിട്ട് അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ അതെല്ലാം കൂടെ നമ്മൾ ഏത് പാത്രത്തിലാണ് അവിയൽ ഉണ്ടാക്കണേ ആദ്യം തന്നെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, പിന്നെ കറിവേപ്പില ചേർത്തു. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത്, അതൊഴിച്ച് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത് പച്ചവെള്ളമാണ് കേട്ടോ, വെളിച്ചെണ്ണയല്ല, അതും ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ. എന്നിട്ട് എല്ലാതും കൂടെ മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഇളക്കണ പോലെ നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റില്ല, ഇത്ര ഫ്രീ ആയിട്ട് കുടഞ്ഞു പോവില്ലേ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അവിടെ വയ്ക്കുക. അങ്ങനെ നന്നായിട്ട് ആവി വരില്ലേ, ആവി വരുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെന്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് സിമ്മിലിടുക. ഇനി അവിടെ ഇരുന്നത് അത് വെന്തോളും. പിന്നെ അപ്പോഴേക്കും നമ്മൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കുക. അപ്പോൾ പച്ചമുളക്, ചെറിയ ഉള്ളി, പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ നല്ല ജീരകം, 1 കപ്പ് നാളികേരം, അതായത് 1 മുറി നാളികേരമായിരുന്നു, വലിയ നാളികേരമായിരുന്നു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ അരപ്പിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ തുറന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഒരു പണിയുമില്ല. ഇപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞു. ഇത്ര വെന്തുടയേണ്ടാത്തവർക്ക് ഇതിന് മുമ്പ് അവരവരുടെ പാകത്തിനനുസരിച്ചിട്ട് വേവ് നോക്കുക കേട്ടോ. ചിലവർക്ക് കുറച്ച് കുഴഞ്ഞതായിരിക്കും ഇഷ്ടം. ഇവിടെ അങ്ങനെയാണ്. ചിലവർക്ക് അധികം വേവണത് ഇഷ്ടമില്ല. അപ്പോൾ വേവ് എന്തായാലും അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആക്കുക. അരപ്പൊക്കെ സെയിം തന്നെ അതിൽ ചേർക്കേണ്ടത്. അങ്ങനെ നമ്മൾ അരപ്പ് ചേർത്തു. ഇനി ഒരു ചെറിയൊരു ആവി വരാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക. ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് നമ്മൾ പുളിയില്ലാത്ത തൈര്, ഇതിപ്പോൾ 1 കപ്പ് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇത്രയധികം ഉള്ള കാരണമാണ്. അപ്പോൾ പച്ചക്കറിയുടെ അളവ് അനുസരിച്ചിട്ട് തൈര് ചേർക്കുക. അങ്ങനെ തൈരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ കത്തിക്കേണ്ട. നമ്മുടെ അവിയൽ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. പക്ഷേ ഇപ്പോൾ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണില്ല, ഇത് വെളിച്ചെണ്ണ കുറവായിട്ട് ഉണ്ടാക്കാനോ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ അവിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.